സ്ട്രോബെറി കടിച്ചോണ്ടിരിക്കുന്ന ആ ചുണ്ട് കണ്ട എങ്ങനെയുണ്ട്, കൊള്ളാമോ? അപ്പൊ വീഡിയോ ഫുള്ള് കാണുവാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ വരക്കാട്ടോ. നമ്മൾ എന്ത് പിക്ചറും സ്കെച്ച് ചെയ്തിട്ട് പെയിന്റ് ചെയ്യുമ്പോ സ്കെച്ചിങ് എപ്പോഴും ലൈറ്റ് ആയിട്ട് ചെയ്യുക. അതായത് പെൻസില് ജസ്റ്റ് തൊട്ടില്ല പേപ്പറിൽ അങ്ങനെ പിടിച്ചിട്ട് വേണം വരക്കാനായിട്ട്. അല്ലാതെ മുറുക്കി പിടിച്ചിട്ട് വരയ്ക്കരുത്. ഇനി നിങ്ങൾക്ക് മുറുക്കി പിടിച്ചിട്ടേ വരക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ആ വരച്ചത് നമ്മൾ ജസ്റ്റ് ഒന്ന് എറേസ് ചെയ്ത് ലൈറ്റ് ആക്കണം. എന്നിട്ട് വേണം നമ്മൾ പെയിന്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ പെയിന്റ് കുറച്ചും കൂടി സൂപ്പർ ആയിട്ട് എനിക്ക് തോന്നിയേക്കണം കേട്ടോ. പിന്നെ ഇത് ഞാൻ പെയിന്റ് ചെയ്തപ്പോ കുറച്ച് കളറുകളെ യൂസ് ചെയ്തിട്ടുള്ളൂ. മെയിൻ ആയിട്ട് റെഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റെഡ് തന്നെ ലൈറ്റ് ഷെയ്ഡ് വരുന്ന ഭാഗത്ത് ചെറുതായിട്ട് ഡാർക്ക് ഓറഞ്ച് ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡാർക്ക് ബ്രൗണും യൂസ് ചെയ്തിട്ടുണ്ട്, ലൈറ്റ് ബ്രൗണും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ വായിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ ബ്ലാക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്ട്രോബെറിയുടെ ലീവ്സിനൊക്കെ ഗ്രീന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പല്ലിലും സ്ട്രോബെറിയുടെ താഴേക്ക് ഒഴുകി വരുന്ന ഡ്രോപ്സിനൊക്കെ ഗ്രേയും വൈറ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹൈലൈഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വൈറ്റ് യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു ഹൈലൈറ്റർ പെന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു നല്ല റെഫറൻസ് എടുക്കുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ കളറുകളെല്ലാം എടുക്കുക. ഒരു 1.5 മണിക്കൂർ ക്ഷമയോടെ ഇരിക്കുക. അപ്പൊ നമുക്ക് എന്തായാലും ഇത് വരക്കാൻ പറ്റും കേട്ടോ. ഞാൻ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് ഷെയ്ഡും ഷാഡോസും എല്ലാം കൊടുക്കുന്നതും എല്ലാം കേട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റ് ഹൈലൈറ്റർ പെൻ യൂസ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അതെനിക്ക് തോന്നിയത് ഹൈലൈറ്റർ പെന്ന് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് നല്ല എടുത്ത് പോപ്പപ്പ് ചെയ്ത് എടുത്ത് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. ഹൈലൈഷൻ കൊടുക്കുമ്പോ നമ്മൾ വൈറ്റ് വെച്ച് കൊടുക്കുമ്പോ, അതായത് നമ്മൾ വൈറ്റ് പെയിന്റ് അടിക്കുമ്പോ കിട്ടുന്നതിലും കുറച്ചും കൂടി സൂപ്പർ റിസൾട്ട് കിട്ടുന്നുണ്ട്. ഈ ഹൈലൈഷൻ തന്നെ നല്ല ഉദിച്ച് നിൽക്കണ ഹൈലൈഷനും ഉണ്ട്, കുറച്ച് ഡിമ്മ് നിൽക്കണ ഹൈലൈഷനും ഉണ്ട്. അപ്പൊ ഡിമ്മ് നിൽക്കണ ഹൈലൈഷന്റെ അവിടെയൊക്കെ ഞാൻ ഈ സാധാരണ പെയിന്റ് തന്നെയാണ് കൊടുത്തേക്കണം കേട്ടോ, ഒരു കോട്ട്. അല്ലാതെ ഇങ്ങനെ നല്ല ഉദിച്ച് നിൽക്കണ ഹൈലൈഷനാണ് ഞാൻ ഈ ഹൈലൈറ്റ് പെൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊന്ന് കാണുക. അപ്പൊ ബോറടിക്കാതിരിക്കാനായിട്ട് ഞാനൊരു കഥയും കൂടി പറയാം. തൻ്റെ അച്ഛൻ മേടിച്ചോണ്ട് വന്ന ആ പുതിയ കട്ടർ തൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഇവള് കാണിച്ചു കൊടുത്ത് ഷൈൻ ചെയ്തു. 90s കിഡ്സിൻ്റെ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കട്ടറുകളൊക്കെ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൂടുതലും ഗൾഫിൽ നിന്ന് വരുന്നവരായിരുന്നു അതുപോലെയുള്ള നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള കട്ടറൊക്കെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു കുട്ടി പറയുന്നത്, ഇത് തൻ്റെ കട്ടറാണ്, ഇത് അവളുടെ അല്ല, ഇത് അവളുടെ അച്ഛൻ മേടിച്ചൊന്ന കട്ടറൊന്നും അല്ല, ഇത് എൻ്റെ കട്ടറാണ്, ഇത് അവൾ മോഷ്ടിച്ചതാണ് എൻ്റെ എന്ന് ടീച്ചറിനോട് പറയുന്നു. സത്യം അന്വേഷിക്കാതെ ടീച്ചർ കട്ടർ അവന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വളരെ വിഷമത്തോടെ തൻ്റെ അച്ഛൻ വാങ്ങിത്തന്ന കട്ടർ അവള് ആ കൂട്ടുകാരൻ എന്നെ തിരിച്ചു നൽകി. അവൾ ആരോടും ഒരു പരാതിയും പറഞ്ഞില്ല. കാരണം അത് അവളുടെ അച്ഛൻ വാങ്ങിത്തന്ന കട്ടറാണെന്ന് അവൾക്കും ഭഗവാനും മാത്രം അറിയാമായിരുന്നു. പക്ഷെ കാലം തെളിയിച്ചു. പിന്നീട് ആ സഹപാഠിക്ക് തന്നെ മനസ്സിലായി ഇത് തൻ്റെ കട്ടറല്ല, ഇത് അവളുടെ തന്നെ കട്ടറായിരുന്നു എന്ന്. കാരണം അവൻ അങ്ങനെ പറയാനുള്ള കാരണം അവൻ്റെ വീട്ടിൽ ഇതേ സെയിം കട്ടർ ഉണ്ടായിരുന്നു. അവൻ്റെ അമ്മ സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നശിപ്പിക്കുമല്ലോ എന്ന് വിചാരിച്ച് വീട്ടിൽ തന്നെ വെച്ചിരിക്കുന്ന കട്ടറായിരുന്നു അത്. ഇതേ സെയിം കട്ടർ അവനും ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ വിചാരിച്ചത് ഈ സെയിം കട്ടർ ഇവൾ എടുത്തുന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, അവൻ്റെ കട്ടർ അവൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സത്യം അറിയാൻ ടീച്ചറും ശ്രമിച്ചില്ല. എല്ലാവരുടെയും മുമ്പിൽ ഒരു മോഷണം നടത്തിയ ഒരു പെൺകുട്ടിയായിട്ട് അവൾ മാറി. പക്ഷെ കാലം അവൾ അങ്ങനെയല്ല, നിരപരാധിയാണെന്നുള്ള കാര്യം തെളിയിച്ചു. അപ്പോൾ ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇവിടെ ശരിക്കും ആരാണ് തെറ്റുകാരി? ടീച്ചറാണോ? ടീച്ചറാണെങ്കിൽ സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാൻ ശ്രമിച്ചില്ല. നിരപരാധിയായ പെൺകുട്ടിയാണെങ്കിൽ അവളൊന്നും പറഞ്ഞില്ല, സത്യാവസ്ഥ ഒന്നും തുറന്നു പറഞ്ഞില്ല. ടീച്ചർ ആ കട്ടർ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു, അവൾ തിരിച്ചു കൊടുത്തു, അത്രേ ചെയ്തുള്ളൂ.
അല്ലെങ്കിലും അന്നത്തെ കാലത്തെ ടീച്ചർമാർക്കൊക്കെ കുറച്ച് പഠിപ്പിസ്റ്റുകളോടൊക്കെ കുറച്ച് ഒരു ചായ്വ് കൂടുതലുള്ള സമയമായിരുന്നു. ശരിക്കും ടീച്ചർമാരൊക്കെ ശരിക്കും ഇങ്ങനെ തന്നെയാണോ ആവേണ്ടത്? അതുപോലെ മാതാപിതാക്കളാണെങ്കിലും കുട്ടികളെ ഭയങ്കര പേടിപ്പിച്ച് നിർത്താതെ അവർക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയ ഫ്രണ്ടായിട്ട് നിൽക്കുവാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അവർ ഷെയർ ചെയ്യില്ലേ? ചില പിള്ളേർക്ക് ചെറുപ്പകാലത്ത് ഉണ്ടാവുന്ന ട്രോമകൾ പിന്നീട് വലുതായി കഴിഞ്ഞാലും അവരെ ബാധിക്കും എന്ന് പറയണ കേട്ടിട്ടില്ലേ? അപ്പൊ ഈ ഒരു ഇൻസിഡന്റിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ കഥയിലെ കഥാനായിക വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടും കേട്ടോ. അപ്പോൾ വേറെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.